ഒരു പ്രോബ്ലം ആണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് എന്താണ് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് എന്ന് പറയാം. അതായത് ഒരു നെറ്റ്വർക്കിൽ എപ്പോഴും ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയർ ഉണ്ട്, ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. നേരം നമ്മൾ ഇൻപുട്ട് ലെയറിലും കൂടെ ഒരു ഡേറ്റനെ ഔട്ട്പുട്ട് ലെയറിലേക്ക് എത്തിക്കുന്നു. അപ്പം ഇവിടെ ഔട്ട്പുട്ട് ലെയറിൽ നമുക്കൊരു ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യും. നേരം ഈ ഒരു എല്ലാ നെറ്റ്വർക്കിലും നമുക്കൊരു ടാർഗറ്റ് ഔട്ട്പുട്ട് കാണാം. അതായത് നമുക്ക് വൈയിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടിനെ പറ്റി നേരത്തെ തന്നെ ഒരു ഊഹം കാണും. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോബ്ലത്തിൽ പറയുന്നത് ടാർഗറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പം എന്താണ് 0.9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരം ഈ ടാർഗറ്റ് 0.9 കിട്ടിയില്ലെന്ന് വിചാരിക്കുക. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ താഴെയുള്ള ഇൻപുട്ട് ലെയറിൽ അല്ലെങ്കിൽ ഹിഡൻ ലെയറിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും. മെയിൻലി അതുണ്ടാകുന്നത് വെയിറ്റിലായിരിക്കും. ഈ വെയിറ്റ്, അതായത് നമ്മൾ ആദ്യം ഇൻപുട്ട് ലെയർ കുറേ വാല്യൂസ് ഉണ്ട്. ആ ഇൻപുട്ട് ലെയർ വാല്യൂസിൻ്റെ കൂടെ എന്തുണ്ട്, ഒരു കുറേ വെയ്റ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹിഡൻ ലെയറിൽ കുറേ വാല്യൂസ് ഉണ്ട്, അതിൻ്റെ കൂടെ കുറേ വെയ്റ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഈ വെയിറ്റിലുള്ള എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കും നമുക്ക് ടാർഗറ്റ് ഔട്ട്പുട്ട് കിട്ടാത്തത്. സോ ഇപ്പം ടാർഗറ്റ് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെക്ക് ചെയ്ത് നോക്കണം? ഇതിൻ്റെ ഇടയ്ക്കുള്ള വെയ്റ്റ്സിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തു. ആ ഇൻപുട്ട് ഇവിടെ ഇൻപുട്ട് ഈ ഫസ്റ്റ് ലെയറിൽ നിന്ന് സെക്കൻഡ് ലെയറിലേക്ക് എത്തി, അവിടെ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്തി. അവിടെ ചെന്നപ്പം നമുക്ക് ആവശ്യമുള്ള എന്ത് കിട്ടിയില്ല? ടാർഗറ്റ് ഔട്ട്പുട്ട് കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ താഴേക്ക് വരണം. താഴേക്ക് വന്നിട്ട് നോക്കണം എന്തെങ്കിലും എറർ ഈ രണ്ട് ലെയറിൻ്റെ ഇടയ്ക്ക് ഉണ്ടോയെന്ന്. അതായത് ഈ വെയ്റ്റ്സ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള വെയ്റ്റ്സിൽ എന്തെങ്കിലും എറർ ഉണ്ടോയെന്ന് നോക്കണം. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ എററിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നേരെ താഴേക്ക് വരണം, വീണ്ടും നോക്കണം ഇതിൻ്റെ ഇടയ്ക്കുള്ള വെയ്റ്റ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വെയ്റ്റ്സിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെയും അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ അപ്ഡേറ്റഡ് വെയ്റ്റ്സ് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഇത് പെർഫോം ചെയ്യണം. എന്നിട്ട് നോക്കണം നമുക്ക് ടാർഗറ്റ് കിട്ടിയോ എന്ന്. ഓക്കെ, വീണ്ടും കിട്ടിയില്ലെങ്കിൽ വീണ്ടും പുറകോട്ട് വരണം, വീണ്ടും വെയിറ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്യണം, വീണ്ടും അതേപോലെ തന്നെ തിരിച്ച് മുകളിലേക്ക് പോകണം. അന്നേരം ഇത് എത്ര സമയം വരെ ചെയ്യണം? എപ്പോഴാണോ ടാർഗറ്റായിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അത്രയും സമയം വരെ നമ്മൾ ഇങ്ങനെ പുറമോട്ട് വന്ന് എന്ത് ചെക്ക് ചെയ്ത് നോക്കണം? എറർ ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫോർവേഡ് പാസ്. അതായത് ഇവിടെ നിന്ന് ഇൻപുട്ട് നമ്മളിങ്ങനെ ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഫോർവേഡ് പാസിൽ ചെയ്ത് ഇവിടെ നമുക്കൊരു റിസൾട്ട് കിട്ടും. ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കണം? എറർ ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് എറർ ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം? ആ എററിനെ നമ്മൾ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണം, പുറമോട്ടേക്ക് കൊണ്ടുവരണം. ഇങ്ങോട്ട് നോക്കണം എറർ എവിടാണ് പറ്റുന്നതെന്ന്. നേരം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർവേഡ് പാസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എറർ കാൽക്കുലേഷൻ. അതെങ്ങനെ വേണം കണ്ടുപിടിക്കാൻ? ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. ഇനി എറർ കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ, എന്ത് ചെയ്യണം? എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിരിക്കണം? എവിടാണോ എറർ ഉള്ളത് അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്, അപ്ഡേഷൻ ഓഫ് വെയ്റ്റ്സ്. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഫോർവേഡ് പാസ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അന്നേരം എന്ത് ചെയ്യണം? എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിനെ അപ്ഡേറ്റ് ചെയ്യണം. സോ ഇതാണ് ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ന്യൂ വെയ്റ്റ് when the network illustrated below, when present input pattern x is equal to 0.6, 0.80 and target t is equal to 0.9, use learning rate alpha is equal to 0.3 and use binary sigmoid function. സോ എന്താണ് ലേണിംഗ് റേറ്റ്, എന്താണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്നൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട്. അതായത് ഇവിടുത്തെ ഇൻപുട്ട് ലെയർ ഏതാണ്? x1, x2, x3. അതിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. x1 ഏതാണ്? 0.6, x2 ഏതാണ്? 0.8, x3 ഏതാണ്? 0. ഈ ഇൻപുട്ട് തന്നിട്ടുണ്ട്. അതേപോലെ ഈ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റായിട്ട് എത്ര കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0.9 കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുന്നോട്ട് യൂസ് ചെയ്യുന്നതാണ് ലേണിംഗ് റേറ്റ്, അത് 0.3 തന്നിട്ടുണ്ട്. ഇവിടെ ആക്ടിവേഷൻ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? സിഗ്മോയിഡ് ഫംഗ്ഷനാണ്. പിന്നെന്താണ്? ഇതിനകത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള വെയ്റ്റ്സ് എല്ലാം തന്നിട്ടുണ്ട് ഈ ഒരു ഫിഗറിൽ. ഈ ഫിഗർ നോക്കി എന്ത് എഴുതണം? വെയ്റ്റും അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ ഇൻപുട്സും എഴുതണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഫിഗർ നോക്കുക, ഫിഗറിൽ നിന്ന് ഗിവൺ വെയ്റ്റ്സും ഇൻപുട്ടും എഴുതുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം, ഈ ഹിഡൻ ലെയറും
ഔട്ട്പുട്ട് ലെയറും തമ്മിലുള്ള വെയിറ്റിനെ എങ്ങനെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് നോക്കുക. W എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ഹിഡൻ ലെയറും ഔട്ട്പുട്ടിലുള്ള വെയിറ്റിനെ അതിനെ W എന്ന് എഴുതി. സോ അത് ഏതൊക്കെയാണ് ഇതിനകത്ത് നോക്കിയാൽ തന്നെ കാണാം. -1, 1, 2 ഇതിൻ്റെ ഇടയ്ക്കുള്ള വെയിറ്റാണ് -1, 1, 2. നിങ്ങൾക്ക് ഏത് ഫോമാറ്റിൽ വേണമെങ്കിലും എഴുതാം. ഒന്നെങ്കിൽ റോ വൈസ് എഴുതാം, അല്ലെങ്കിൽ കോളം വൈസ് എഴുതാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോളം വൈസ് എഴുതാം. ഏത് ഫോമാറ്റിൽ വേണമെങ്കിലും എഴുതാം. സോ ഞാൻ കോളമായിട്ട് എന്തെഴുതി ഡബ്ല്യുവിനെ എഴുതി. അതിനുശേഷം ഈ ഒരു ലെയറിലുള്ള ബയസിനെ എഴുതണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ബയസ് വാല്യൂ എത്രയാണ്? -1. ഓക്കെ, അന്നേരം ആ ബയസിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് W0 എന്നാണ്. ഇങ്ങനെയാണ് W0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു അടുത്ത ലെയർ വന്നു. Z1ൻ്റെ X1ൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു ലെയർ വന്നു. ഇവിടുത്തെ വെയിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് V എന്നാണ്. അതേപോലെ ബയസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് V0 എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എത്ര എണ്ണം ഉണ്ട്. ഓരോ സെറ്റിലും ഓരോ റോയിലും 3 എണ്ണം ഉണ്ട്. X1ൽ നിന്ന് Z1ലോട്ടുണ്ട്, Z2ലോട്ടുണ്ട്, Z3ലോട്ടുണ്ട്. അതുപോലെ X2ൽ നിന്നും 3 ഇടത്തോട്ടുണ്ട്, X3യിൽ നിന്നും 3 ഇടത്തോട്ടുണ്ട്. അപ്പോൾ ഓരോ റോയിലും എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നോക്കാം. X1ൽ നിന്ന് ഇപ്പം ഫോർ എക്സാമ്പിൾ ഓക്കെ, ഇതാണ് X1, X2, X3 എന്ന് വിചാരിക്കുക. ഇതാണ് Z1, Z2, Z3 എന്ന് വിചാരിക്കുക. അപ്പോൾ X1ൽ നിന്ന് Z1ലേക്കുള്ളത് എത്രയാണ്? X1ൽ നിന്ന് Z1ലേക്ക് 2, അതിനെ ഇവിടെ എഴുതി. X1ൽ നിന്ന് Z2ലേക്കുള്ളത് എത്രയാണ്? 1, അതിനെ ഇവിടെ എഴുതി. X1ൽ നിന്ന് Z3ലേക്കുള്ളത് 0, അതിനെ ഇവിടെ എഴുതി. അതേപോലെ എല്ലാത്തിനെയും ഫിനിഷ് ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ V0 ഇവിടെയുള്ള ബയസാണ്. ആകെ ഇവിടെ ബയസ് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് Z3ക്ക് മാത്രമാണ്. സോ അതിനെത്രയാണ്? -1, അത് മാത്രം കൊടുത്തു. ബാക്കിയെല്ലാം 0 ആണ്, കാരണം ബാക്കി 3 എണ്ണത്തിനും ബയസ് കിട്ടിയിട്ടില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഏത് പ്രോബ്ലം തന്നാലും ചിലപ്പം ഈ ഡേറ്റാസെല്ലാം ഗിവൺ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഫിഗറിലായിരിക്കും. ആ ഫിഗറിൽ നിന്ന് എടുത്തെഴുതാം. ഇനി അടുത്തത് നമ്മൾ ഈ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്? ഫോർവേഡ് പാസ് ആണ് ചെയ്യുന്നത്. ഫോർവേഡ് പാസ് എന്ന് പറയുമ്പം ഇവിടുന്ന് പോകുന്ന ഡേറ്റാസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഏതാണ്? Y. അവിടെ നമുക്ക് ടാർഗറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ X1ൽ നിന്ന് Z1ലേക്ക് പോകുന്നുണ്ട്, Z2ലേക്ക് പോകുന്നുണ്ട്, Z3യിലേക്ക് പോകുന്നുണ്ട്. അന്നേരം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കുന്ന Z1ലോട്ടുള്ള ഇൻപുട്ട് എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. Z1ലോട്ട് എത്ര പേര് പോകുന്നുണ്ട്? X1 പോകുന്നുണ്ട്, X2 പോകുന്നുണ്ട്, X3 പോകുന്നുണ്ട്. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? ബയസ് ഉണ്ടായിരുന്നെങ്കിൽ ബയസും പോയേനെ. അപ്പോൾ എങ്ങനെയാണ്? Z in J is equal to V0J plus sigma I is equal to 1 to n Xi Vij. സോ ഇതിൻ്റെ അർത്ഥം ഇസഡിൻ ഇങ്ങോട്ടുള്ള ഇൻപുട്ട്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് J കൊടുത്തിരിക്കുന്നത്? ഇവിടെ എത്ര നോട്ട്സ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല. സോ ആ നോട്ട്സ് ഇപ്പം J എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര? ആക്ച്വലി 3 നോഡ് ഉള്ളത് കൊണ്ട് 1 to 3 3 നോട്ട്സിൻ്റെ കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് Z in J എന്ന് കൊടുത്തിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു V0J. അതായത് എത്ര ബയസ് ഉണ്ട്? 3 ബയസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് അവിടെയും J വാല്യൂ കൊടുത്തിരിക്കുന്നത്. പ്ലസ് സിഗ്മ I is equal to 1 to n. സോ എത്ര എണ്ണം വെച്ച് കണ്ടുപിടിക്കണം? 3 എണ്ണം വെച്ച് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഈ X1 ഇൻറ്റു എന്താണ് ഈ വെയിറ്റ്, ഇവിടുത്തെ വെയിറ്റിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? V എന്നാണ് വിളിക്കുന്നത്. സോ ഇതാണ് ആ ഇക്വേഷൻ. ബയസ് പ്ലസ് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പോകുന്ന എല്ലാം X1 ഇൻറ്റു V1 കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതൊരു പ്രോബ്ലം വെച്ചിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് J is equal to 1. ഒന്നാമത്തെ ആൾ Z in 1 is equal to Jയുടെ സ്ഥാനത്ത് എന്താകും? V01 പ്ലസ് സിഗ്മ I is equal to 1 to ഐയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ട്? 3 വാല്യൂസ് വരും. X വാല്യൂ 3 എണ്ണം വരും. അപ്പോൾ I is equal to 1 to 3 Xi ഇൻറ്റു Vij. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിനെയും കണ്ടുപിടിക്കാം. ഓക്കെ, Xi ഇൻറ്റു Vij. ഓക്കെ, എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ട്? 1 to 3 വരെ ഉണ്ട്. അപ്പം എങ്ങനെയാണ്? X1 ഓക്കെ, ഞാൻ പറഞ്ഞു J എത്രയാണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ J എത്രയാണ്? 1 ആണ്. ഓക്കെ, ഫസ്റ്റ് X1 V11 പ്ലസ് ഐയുടെ വാല്യൂ വീണ്ടും മാറി X2 V21. ഐയുടെ വാല്യൂ മാറുന്നു. ഇതായി, ഇത് J I2 J1 പ്ലസ് X3 V31. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് നോക്കാം. X1 എന്ന് പറയുന്നത് എത്രയാണ്? 0.6.
ഇൻറ്റു V11. ഓക്കെ, V11 എന്ന് പറയുമ്പം ഏതായിരിക്കും നോക്കാം. കണ്ടോ ഈ പൊസിഷൻ, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അത് എത്രയാണ് 2. സോ x1ൻ്റെ വാല്യൂ 0.6 ഇൻറ്റു 2. ഇവിടെ നിന്ന് Z1ലേക്ക് പോകുന്നത് എന്താണ്? x1ൻ്റെ വാല്യൂ 0.6. ഇതിൻ്റെ ഇടയ്ക്കുള്ള വെയിറ്റ് എത്രയാണ്? 2. അപ്പം 0.6 ഇൻറ്റു 2 പ്ലസ് x2. x2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.8 ഇൻറ്റു V21. V21 എന്ന് പറയുമ്പം എന്താണ്? സെക്കൻഡ് കോളം ഫസ്റ്റ് റോ. ഓക്കെ, സോറി, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സോ അന്നേരം ഏതായിരിക്കും? ഈ 1 ആയിരിക്കും. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 1 പ്ലസ് x3. x3 എന്ന് പറയുന്നത് 0 ആണ് ഇൻറ്റു V31. തേർഡ് റോ ഫസ്റ്റ് കോളം ഏതാണ്? 0. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അതായത് Z1ലേക്ക് ഈ Z1ലേക്ക് ടോട്ടൽ വന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, പ്ലസ് ഒരാളെയും കൂടെ ആഡ് ചെയ്യണം. ഞാൻ മറന്നുപോയി. നമുക്കിപ്പം കിട്ടിയത് XI VIJ മാത്രമായിരുന്നു കിട്ടിയത്. കൂടെ ആരെ കൂടെ ആഡ് ചെയ്യണം? ബയസിനെ കൂടെ ആഡ് ചെയ്യണം. പക്ഷെ ബയസ് ഇവിടെ എന്താണ്? 0 ആണ്. അതുകൊണ്ട് നമുക്ക് 0 + 2 = എന്ത് തന്നെ കിട്ടി? ഫസ്റ്റ് ഇൻപുട്ടായിട്ട് 2നെ തന്നെ കിട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കൊരു ഇൻപുട്ട് കിട്ടി, അതിനെ നമ്മൾ വെയ്റ്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത ലെയറിലേക്ക് കൊടുത്തു. പക്ഷേ നമുക്ക് അതിനെ അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റുകയാണ് ബൈ യൂസിങ് ആക്ടിവേഷൻ ഫങ്ഷൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സിഗ്മോയിഡ്, ബൈനറി സിഗ്മോയിഡ് ഫങ്ഷൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കാം. ഒരു ബൈനറി സിഗ്മോയിഡ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/1 + e⁻⁻x. എന്താണ്? 1/1 + e⁻⁻x. സോ ഇതാണ് ഒരു ബൈനറി ഇക്വേഷൻ, ബൈനറി സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? 2 ആണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. അതിലോട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ബൈനറി സിഗ്മോയിഡ് ഫംഗ്ഷനെ അപ്ലൈ ചെയ്യണം. അതായത് നമ്മുടെ ഔട്ട്പുട്ട് ZJ. ഓക്കെ, ZJ എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യത്തെ ആൾ ആരാണ്? Z1, ഒന്നാമത്തെ ആൾ = എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? f(x) ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? Z in J. ഓക്കെ, അപ്പോൾ f(z in J)യുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 1. f(z in 1) എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 2 ആണ് കിട്ടിയിരിക്കുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? നമ്മൾ 2 ആണ് കിട്ടുന്നത്. അപ്പം 1/1 + e⁻⁻². എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? -2. ആ കിട്ടിയ ആൻസർ 0.880. ഓർത്ത് വെക്കുക, Z1ന് കിട്ടിയ വാല്യൂ 0.880. ഇതേപോലെ തന്നെ അടുത്തത് കണ്ടുപിടിക്കണം. ഏതാണ്? Z2 കണ്ടുപിടിക്കണം, Z3യും കണ്ടുപിടിക്കണം. ഓക്കെ, Z2 കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും? ജെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 1ൽ നിന്ന് 2 ആയി. അപ്പം ഇക്വേഷൻ എങ്ങനെ വരും? Z into V02 plus sigma I is equal to 123 into XI VIJ. സോ അതെങ്ങനെ വരും? ആദ്യം ഇത് കണ്ടുപിടിക്കണം, ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കണം. XI VI J എപ്പോഴും ഇവിടെ എന്താണ്? 2 ആണ്, അതുകൊണ്ട് VI2 എന്ന് കൊടുത്തു. സോ വൈയുടെ വാല്യൂ 1 to 3 വരെ ഇൻക്രിമെൻറ്റ് ചെയ്യും. അന്നേരം x1 V12 പ്ലസ് x2 V22 പ്ലസ് x3 V32. സോ ഐയുടെ വാല്യൂ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, ജെയുടെ വാല്യൂ അതേപോലെ കിടക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. x1 എത്രയാണ്? 0.6. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നിട്ടുണ്ട് x1 0.6 ഇൻറ്റു V12. V12 എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. നോക്കാം, V ഇതാണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ എന്താണ് കിടക്കുന്നത്? 1. സോ ആ 1 ഇവിടെ കൊടുത്തു. പ്ലസ് x2 എത്രയാണ്? 0.8 ഇൻറ്റു V22. V22 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ സെക്കൻഡ് കോളം 2. സോ ആ 2 കൊടുത്തു. പ്ലസ് x3 0 ആണ് ഇൻറ്റു V32 തേർഡ് റോ സെക്കൻഡ് കോളം. ഓക്കെ, അതും കൊടുത്തു. സോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അന്നേരം നമ്മൾ എന്ത് ചെയ്തു? ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 2.2 കിട്ടി. ഓക്കെ, 2.2 കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത കാര്യം എന്താണ്? ഈ ബയസുമായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ Z ഇൻറ്റുവിനെ കണ്ടുപിടിക്കണം. ബയസ് എത്രയാണ്? 0. അപ്പോൾ എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്? 2.2 തന്നെയായിരിക്കും കിട്ടുന്നത്. സോ അത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ബയസ് എത്രയാണ്? 0 തന്നെയാണ്. അപ്പം 0 പ്ലസ് കിട്ടിയ ആൻസർ എത്രയായിരുന്നു?
2.2, ആൻസർ 2.2 കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ എഫ് ഓഫ് ഇസഡ് ഇൻ 2 കണ്ടുപിടിക്കണം. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഈ ഇസഡ് ഇൻ 2ൻ്റെ വാല്യൂ കൊടുക്കണം. 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് 2.2 കിട്ടിയ ആൻസർ 0.9. സോ സിമിലർലി നമ്മൾ എന്തും കണ്ടുപിടിക്കണം? ഇസഡ് ഇൻ 3 കണ്ടുപിടിക്കണം. ജെയുടെ വാല്യൂ വീണ്ടും മാറി 3 ആയി. V03 പ്ലസ് സിഗ്മ ഐ സിക്കൽ ടു 1 to 3 xi vij. സോ xi vi3 ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഇവിടെ ജെ വാല്യൂ 3 ആണ്, ഐയുടെ വാല്യൂ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, x1 ഇൻറ്റു V13 പ്ലസ് x2 ഇൻറ്റു V23 പ്ലസ് x3 ഇൻറ്റു V33. x1 x2 x3 അറിയാം. അതേപോലെ തന്നെ പഴയ പോലെ തന്നെ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ V13 V23 V33 കാണാൻ പറ്റും. സോ അതിൽ നിന്ന് നമുക്ക് 1.6 കിട്ടി. ഞാൻ പറഞ്ഞിരുന്നു ആകെ ബയസ് കിട്ടിയിരുന്നത് ഏതിന് മാത്രമായിരുന്നു? ബയസ് കിട്ടിയിരുന്ന ഏതിന് മാത്രമായിരുന്നു? ആ തേർഡ് വാല്യൂ മാത്രമായിരുന്നു. കണ്ടു, -1 ബയസ് ആ എന്തിനു മാത്രം? തേർഡ് വാല്യൂവിന് മാത്രമാണ് കിട്ടിയിരുന്നത്. സോ ആ -1 കൂടെ ആഡ് ചെയ്യാം. സോ -1 പ്ലസ് ഈ കിട്ടിയ ആൻസർ 1.6 എത്ര കിട്ടി? 0.6 കിട്ടി. ഇതിലോട്ട് എന്ത് അപ്ലൈ ചെയ്യണം? സിഗ്മോയിഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പം 1/1 പ്ലസ് ഇ റീസ് ടു മൈനസ് 0.6 ചെയ്യുമ്പം ഒരു ആൻസർ കിട്ടും 0.64. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? Z1, Z2, Z3 ആദ്യത്തെ ഈ ലെയറിലുള്ള അത്രയും ആ ഒരു 3 എണ്ണത്തിനകത്തോട്ട് x1ൽ നിന്ന് വന്ന ഇൻപുട്ടും വെയിറ്റൂടെ ചേർന്ന് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ വി ഫൈൻഡ് ഔട്ട്പുട്ട് അറ്റ് Z1, Z2, Z3. സോ നമുക്ക് നോക്കാം. അതിനെ സമ്മറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അന്നേരം Z1 ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? Z in 1ൻ്റെ 1ലോട്ട് എന്ത് അപ്ലൈ ചെയ്തു? ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. Z in 1 എത്രയായിരുന്നു? 2 ആയിരുന്നു. അപ്പം 1/1 പ്ലസ് 0 - 2 0.880 കിട്ടി. സിമിലർലി Z2ൽ 0.90 കിട്ടി. Z3ൽ കണ്ടോ 0.64 കിട്ടി. സോ ഇതാണ് നമുക്ക് Z1, Z2, Z3ൽ ഇപ്പം കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തുകൂടെ കണ്ടുപിടിക്കണം? സെക്കൻഡ് ലെയറിൽ ആകെ എന്തു മാത്രമേ ഉള്ളൂ? സെക്കൻഡ് ലെയറിൽ ആകെ y മാത്രമേ ഉള്ളൂ. ഈ വൈയിലുള്ള ഔട്ട്പുട്ടിനെ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കിയാൽ അറിയാം വൈയിലോട്ട് വരുന്നത് ഏതൊക്കെയാണ്? Z1, Z2, Z3 അസോസിയേറ്റഡ് വെയ്റ്റ്സും. സോ അതാണ് വൈയിലോട്ട് വരുന്നത്. അതായത് y എന്ന് പറയുമ്പോൾ എന്താണ്? Z1 ഇൻറ്റു ഫസ്റ്റ് വെയ്റ്റ് പ്ലസ് Z2 ഇൻറ്റു സെക്കൻഡ് വെയ്റ്റ് പ്ലസ് Z3 ഇൻറ്റു അടുത്ത വെയ്റ്റ് പ്ലസ് ബയസ്. സോ ഇത്രയാണ് ഇങ്ങോട്ട് വരുന്നത്, വൈയിലേക്ക് വരുന്നത്. ഇവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് W എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ ബയസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് W0 എന്നാണ്. സോ നോക്കാം, നമ്മളിവിടെ കാണാം വെയ്റ്റിനെ ഞാൻ W വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ ഈ ഫോമാറ്റിൽ എഴുതിയിട്ടുണ്ട്, -1, 1, 2. സോ ഈ ഫോമാറ്റിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ ബയസിനെ ഞാൻ എഴുതിയിട്ടുണ്ട് W0 ഈസ് ഈക്വൽ ടു -1. സോ ഈ വാല്യൂസാണ് ഇനി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് എഴുതാം. ഇതെന്താണ്? W11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇതെന്താണ്? W21. ഇതെന്താണ്? W31. ഓക്കെ, അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം. സോ ഇതാണ് ആ വാല്യൂ -1, 1, 2. അതേപോലെ തന്നെ W0 ബയസ് -1. ഇത്രയും വാല്യൂ ഉപയോഗിച്ച് എങ്ങനെയാണ് സെക്കൻഡ് ലെയറിലെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ സെക്കൻഡ് ലെയറിലും നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം? y in j. സോ നിങ്ങൾ y in j എന്ന് പറയുമ്പോൾ j എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1 തന്നെ കൊടുത്തു. ഇസ് ഈക്വൽ ടു W01. ഓക്കെ, ആകെ ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു വാല്യൂ തന്നെ കൊടുത്തത്. സിഗ്മ j ഇസ് ഈക്വൽ ടു 1 to 3 ZJ WJK. സോ ഞാൻ പറഞ്ഞു ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് തൊട്ട് മുകളിൽ നോക്കാം. ഇൻപുട്ട് കൊടുത്തിരുന്നത് ആരായിരുന്നു? X ആയിരുന്നു കൊടുത്തിരുന്നത്. അതേപോലെ അവിടെ നമ്മൾ വെയിറ്റ് റെപ്രസെൻ്റ് ചെയ്തത് V ആയിരുന്നു. അതിനെ ചേഞ്ച് ചെയ്ത് ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്? Z ആണ്. സോ എക്സിന് സ്ഥാനത്ത് എന്തെഴുതി? Z എഴുതി. വെയിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് W ആണ്. സോ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആകെ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് ആദ്യം ഈ ഒരു പോർഷനെ കണ്ടുപിടിക്കാം. നേരം ZJ ഇൻറ്റു WJK. ഓക്കെ, ഇവിടെ എന്തു മാത്രമേ മാറുന്നുള്ളൂ? ഈ J വാല്യൂ ആണ് മാറുന്നത്. അതായത് ഇസഡും അതിന് അസോസിയേറ്റ് ചെയ്ത വെയിറ്റ് മാത്രം. നേരം Z1
W11 പ്ലസ് Z2 W21 ഈ 1 സെയിം ആണ് പ്ലസ് Z3 W31. സോ ഞാൻ പറഞ്ഞു W11ഉം 21ഉം 31ഉം എന്താണെന്ന് പറഞ്ഞു. Z1 ഇതണ്ടേ 0.880 ഇൻറ്റു, അതായത് എന്തുകൊണ്ടാണ് ഈ Z1 യൂസ് ചെയ്തത്, വൈയിലേക്ക് ഇനി വരാൻ പോകുന്ന ഔട്ട്പുട്ട് എന്താണ്, ഈ വന്നിരിക്കുന്ന ഔട്ട്പുട്ടാണ്, Z1ൽ വന്നിരിക്കുന്ന ഔട്ട്പുട്ടാണ് ഇനി വൈയിലേക്ക് പോകുന്നത്. 0.88 ഇൻറ്റു അവിടെ ഇരിക്കുന്ന വെയിറ്റ് -1 പ്ലസ് അടുത്തത് Z2, അടുത്ത വൈയിലേക്ക് പോകുന്ന Z2ലിരിക്കുന്ന വെയിറ്റ് വാല്യൂ എത്രയാണ് 0.90 ഇൻറ്റു അവിടെ ഇരിക്കുന്ന വെയിറ്റ് എത്രയാണ് 1 പ്ലസ് 0.64 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 1.3. ഓക്കെ, അന്നേരം ഇത് കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കണം, ഈ Y1 കണ്ടുപിടിക്കണം. അവിടെ എന്തുണ്ട്, ബയസും കൂടെ ആഡ് ചെയ്യണം. ബയസ് എത്രയാണ് -1 പ്ലസ് 1.3 കിട്ടി 0.3. സോ ഔട്ട്പുട്ട് കിട്ടി. എന്നിട്ട് നമ്മൾ അതിനെ നമുക്ക് യൂസ് ചെയ്യുന്ന ഫോമാറ്റിലാക്കാൻ വേണ്ടി ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി 0.57. ഓക്കെ, അന്നേരം നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്താണ് 0.57 ആണ്. സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകും നമ്മുടെ ടാർജറ്റ് എത്രയായിരുന്നു. ടാർജറ്റ് എന്ന് പറയുന്നത് 9 ആയിരുന്നു, പക്ഷെ കിട്ടിയത് എത്രയാണ് 0.57 ആണ് കിട്ടിയിരിക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം എറർ വന്നിട്ടുണ്ട്. നമുക്ക് 9 അല്ല കിട്ടിയത്, 0.9 അല്ല കിട്ടിയിരിക്കുന്നത്, ഇത്രയും എറർ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കണം. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണം. സോ അടുത്ത സ്റ്റെപ്പാണ് ബാക്ക് പ്രൊപ്പഗേഷൻ ഓഫ് എറർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്ക് പ്രൊപ്പഗേഷൻ ഓഫ് എറർ. ബാക്ക് പ്രൊപ്പഗേഷൻ ഓഫ് എറർ എന്ന് പറയുമ്പം ഓരോ ലെയറിലും നമ്മൾ ചെയ്യണം. ഇപ്പം ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഈ വൈയും Z1, Z2, Z3 ഈ ലെയറിലുള്ള എററിനെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഇടയ്ക്കുള്ള എററിനെ കണ്ടുപിടിക്കണം. ഈ ലെയറിന് ഇടയ്ക്കുള്ള എററിനെ കണ്ടുപിടിച്ചതിന് ശേഷം ഓക്കെ അവിടെ ഒരു അപ്ഡേഷൻ വരുത്തും. അതിനുശേഷം ഇതിനിടയ്ക്കുള്ള ലെയറിലുള്ള എററിനെ കണ്ടുപിടിക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാൻ പോകുന്നത്. ഇനി ഓരോ ലെയറും ഉള്ള എററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്. സോ നമുക്കത് നോക്കാം. ഓക്കെ, ജനറലി ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ ഓഫ് എററിൻ്റെ ഇക്വേഷനാണ് ΔK ഇസ് ഈക്വൽ ടു TK മൈനസ് YK ഇൻറ്റു F ഡാഷ് ഓഫ് Y ഇൻ K. ഓക്കെ, TK എന്ന് പറഞ്ഞ്, അതായത് ഇതാണ് എറർ. ഓക്കെ, TK എന്ന് പറയുമ്പം നമുക്ക് വേണ്ട ടാർജറ്റ്, YK എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയ എന്താണ് ഔട്ട്പുട്ട് ഇൻറ്റു ഇതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ. സോ ഇങ്ങനെയാണ് നമ്മളൊരു എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടേണ്ടിയിരുന്നത് 0.9 ആണ്, കിട്ടിയത് 0.57 ആണ്. സോ അന്നേരം എന്ത് ചെയ്താൽ മതി, 0.9 മൈനസ് 0.57 അതായത് 0.33യുടെ എററാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഒരു ഡിഫറൻസിയേഷൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അല്ലാതെ എന്തെങ്കിലും നോയ്സ് എറർ അങ്ങനെയൊക്കെയുള്ള കാര്യം ഒന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയും സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫറൻസിയേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതാണ് ഇവിടെ ആക്ച്വലി കണ്ടുപിടിക്കുന്നത്. ഈ കിട്ടേണ്ട ടാർജറ്റ് മൈനസ് കിട്ടിയ ആൻസർ ഇൻറ്റു മറ്റു വാല്യൂസ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കുന്നു. സോ നോക്കാം, ഞാൻ പറഞ്ഞു ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട എറർ എവിടെയാണ്, ആ വൈയിൽ വരേണ്ട ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറായ വൈയിൽ വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, Δ1 ആകെ ഒരു വാല്യൂ ഉള്ളൂ. സോ അതുകൊണ്ട് Δ1 ഇസ് ഈക്വൽ ടു T1 മൈനസ് Y1 ഇൻറ്റു F ഡാഷ് ഓഫ് Y ഇൻ 1. ഓക്കെ, ഈ ഇക്വേഷനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ കണ്ടുപിടിക്കുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഏറ്റവും ഈസി മെത്തേഡാണ്, നമ്മൾ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടാതെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാം. ഏത് ഡിഫറൻസിയേഷൻ വന്നാലും F ഡാഷ് ഓഫ് X ഇസ് ഈക്വൽ ടു F ഓഫ് X ഇൻറ്റു 1 മൈനസ് F ഓഫ് X. ഓക്കെ, അതായത് ഈ ഡിഫറൻസിയേഷൻ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുക. അതായത് എക്സ് വരുന്ന ഇപ്പം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് വൈ ഇന്നാണ്. എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, എഫ് ഓഫ് വൈ ഇൻ 1 ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് വൈ ഇൻ 1. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് Δ1 ഇസ് ഈക്വൽ ടു ടാർജറ്റ് എത്രയാണ് 0.9 മൈനസ് Y1 എത്രയാണ് കിട്ടിയിരിക്കുന്നത് 0.57. ഓക്കെ, Y1 കിട്ടിയിരിക്കുന്നത് 0.57 ആണ്. അപ്പം 0.9 മൈനസ് 0.57 ഇൻറ്റു എഫ് ഓഫ് വൈ ഇൻ 1 ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് വൈ ഇൻ 1. ഓക്കെ, നമുക്ക് നോക്കാം എഫ് ഓഫ് വൈ ഇൻ 1 എത്രയാണ് കിട്ടിയിരിക്കുന്നത് നോക്ക്.
f(y)(1) എത്രയാണ് 0.57. ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. f(y)(1) എന്താണ് 0.57. സോ അന്നേരം എന്ത് കൊടുത്തു, ഇത് മൈനസ് ചെയ്യുമ്പോൾ 0.33 കിട്ടി. 0.33 ഇൻറ്റു f(y)(1) എന്താണ് 0.57 ഇൻറ്റു 1 മൈനസ് 0.57. സോ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0.080. സോ ഇതാണ് വൈയിൽ വന്ന എറർ എന്ന് പറയുന്നത്. സോ y1ലുള്ള എറർ കണ്ടു. നെക്സ്റ്റ് ഇനി ഉള്ള ലെയർ ഏതാണ്, അടുത്ത ലെയർ ഏതാണ്, ഹിഡൻ ലെയർ, അതായത് Z1, Z2, Z3. ഈ 3 ലെയറിലുള്ള എന്ത് കണ്ടുപിടിക്കണം, എറേഴ്സിനെ കണ്ടുപിടിക്കണം. സോ അതിനെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിനുള്ള ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ ആകെ അവിടെ ഒരെണ്ണമേ ഉള്ളായിരുന്നു. ഇവിടുത്തെ ഇക്വേഷൻ നോക്കാം. സോ ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അവിടെ നമ്മൾ ഡെൽറ്റയെ റെപ്രസെൻ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു, ഈ ഒരു ഫോമാറ്റിലായിരുന്നു, ഇങ്ങനെയായിരുന്നു റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ എററിനെ ഒരു പ്രത്യേക രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആ ലെയറിൽ റെപ്രസെൻ്റ് ചെയ്തിരുന്നത് ഈ ഡെൽറ്റയായിരുന്നു, ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊരു ഡെൽറ്റയാണ്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം, ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്, ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ INJ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ZI. സോ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഹിഡൻ ലെയറിലുള്ള എററിനെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതെന്ന് പറയുമ്പം വൈയിലുള്ള എററിനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ഹിഡൻ ലെയറിലുള്ള എററിനെ കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം, നമ്മൾ കണ്ടുപിടിച്ചത് ഈ വൈയിലുള്ള എററിനെയാണ്. ഈ വൈയിലുള്ള എറർ എങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും, Z1, Z2, Z3 ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അന്നേരം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ വൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന എററും ഇവിടെ ഉണ്ടായ എററും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും ഇവിടെ വന്ന എറർ. ഓക്കെ, ഈ 3 എണ്ണത്തിൽ വന്ന എറർ. സോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ റെപ്രസെൻറ്റേഷൻ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഈ വൈയിലുള്ള എററിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്, സ്മോൾ ഡെൽറ്റ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇതിനെയാണ് സ്മോൾ ഡെൽറ്റ എന്ന് പറയുന്നത്. അന്നേരം ഈ സ്മോൾ ഡെൽറ്റയും ഇവിടെ വന്ന എററും ഇവിടെ ചേർന്നിട്ടുള്ളതായിരിക്കും ഈ ഒരു ഭാഗത്തെ എറർ എന്ന് പറയുന്നത്. അതായത് ഈ സ്മോൾ ഡെൽറ്റയെ ഇവിടെ വന്ന വെയിറ്റ്, ഇവിടെ വരുന്ന എറർ എല്ലാം കൂടെ ചേർന്നായിരിക്കും ഇവിടുത്തെ. സോ അതുകൊണ്ട് ഇവിടുത്തെ എററിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, ക്യാപിറ്റൽ ഡെൽറ്റ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. സോ നേരം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. എങ്ങനെയാണ്, ക്യാപിറ്റൽ ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ ഇൻ ജെ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് Z ഇൻ ജെ. സോ ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇതെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ തൊട്ട് മുന്നുള്ള എററിൻ്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കാണിക്കും. തൊട്ട് മുന്നുള്ള ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഓക്കെ, തൊട്ട് മുന്നുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു ടാർജറ്റ് മൈനസ് ഒബ്റ്റെയിൻഡ് ഔട്ട്പുട്ട് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് Y ഇൻ കെ. സോ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എറർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിച്ചേക്കുന്നത്, ടാർജറ്റും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിന് മൈനസ് ചെയ്തിട്ട് ആ Y ഇൻ കെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുക. സോ ഇത് മനസ്സിലാക്കുക. ഇത് വെച്ചിട്ട് മറ്റേതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. സോ ജസ്റ്റ് നോക്കാം, ഇവിടെ എററിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, ക്യാപിറ്റൽ ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു ഇവിടെ ടാർജറ്റ് മൈനസ് ഒബ്റ്റെയിൻഡ് ഔട്ട്പുട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം അതിവിടെയാണ് ടാർജറ്റ് ഔട്ട്പുട്ടും ഒബ്റ്റെയിൻഡ് ഔട്ട്പുട്ടും വരുന്നത് ഇവിടെയാണ്. സോ ഇവിടെയാണ് ആ എറർ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പം ഏതായിരിക്കും എറർ എന്ന് പറയുന്നത്, ഇവിടുന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തതായിരിക്കും ഇവിടുത്തെ എറർ. സോ ഇവിടുത്തെ എറർ ഇൻറ്റു വെയിറ്റ്. സോ അതാണിത്, ഇവിടെ വന്ന എറർ ഇൻറ്റു ഇവിടെ വന്ന ഓരോ വെയിറ്റ്. സോ അതാണ് ഈ ഡെൽറ്റ INJ എന്ന് പറയുന്നത്. ഇൻറ്റു അവിടുത്തെ പോലെ തന്നെ എഫ് ഡാഷ് ഓഫ് Y ഇൻ കെ ആയിരുന്നു അവിടെ, ഇവിടെ എന്താണ് Z ആയതുകൊണ്ട് Z ഇൻ ജെ. സോ ഞാൻ എന്താണ് പറയുന്നത്, ക്യാപിറ്റൽ ഡെൽറ്റ ജെ ആണ് ഇവിടുത്തെ എറർ ഇസ് ഈക്വൽ ടു എന്താണ് ഇവിടെ വന്ന എറർ ഇൻറ്റു വെയിറ്റ് ഇൻറ്റു എന്താണ് ഡിഫറൻസിയേഷൻ ഓഫ് ആ Z1, Z2, Z3. സോ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എത്ര എണ്ണം കണ്ടുപിടിക്കേണ്ടി വരും, ഇതുപോലത്തെ ഡെൽറ്റ 3 എണ്ണം. കാരണം Z1 ഉണ്ട്, Z2 ഉണ്ട്, Z3 ഉണ്ട്. സോ ഡെൽറ്റ 1, ക്യാപിറ്റൽ ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു സ്മോൾ ഡെൽറ്റ ഇൻ 1 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് Z ഇൻ 1. അതിനെങ്ങനെ കണ്ടുപിടിക്കാം, എഫ് ഓഫ് Z ഇൻ 1 ഇൻറ്റു 1 മൈനസ് എഫ് ഓഫ് Z ഇൻ 1.
ഓക്കെ, നമുക്ക് f(z)(1) ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു എന്താണ് 0.880. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കത് കാണണമെങ്കിൽ കാണാം. കണ്ടോ, f(z)(1) 0.880, f(z)(2) 0.90, f(z)(3) 0.64 ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇൻപുട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുത്തതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഇവിടെ കൊടുക്കുക. f(z)(1) × 1 - f(z)(1). നമുക്കറിയാത്തത് എന്താണ്? സ്മോൾ ഡെൽറ്റ ഇൻ 1. ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ വൈയിൽ വന്ന എറർ, അതായത് ഡെൽറ്റ1 എന്നല്ലായിരുന്നു വൈയിൽ വന്ന എററിനെ പറഞ്ഞത്. ഡെൽറ്റ1 × ഇവിടെ വന്ന വെയിറ്റ്. ഈ വെയിറ്റ് ഓൾറെഡി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് എടുത്ത് എഴുതിയേ ഉള്ളൂ. എന്തായിരുന്നു? -112. കണ്ടോ, -112. ഓക്കെ, ഈ വൈയിൽ വന്ന എറർ എത്രയായിരുന്നു? 0.080. ഓക്കെ, വൈയിൽ വന്ന എറർ ജസ്റ്റ് നോക്കുക. എന്തായിരുന്നു? 0.080 ആണ്. കണ്ടോ, ഡെൽറ്റ1. ഓക്കെ, നേരം എന്താണ്? 0.080 × ആദ്യത്തെ ആള് -1. ഓക്കെ, കണ്ടോ, ആദ്യത്തെ ആള് 0.080 × -1, അതാണ് ഇത്. സോ അങ്ങനെ ഒരു വാല്യൂ കിട്ടി, -0.08. അത് എങ്ങോട്ടേക്ക് കൊടുക്കണം? ഇങ്ങോട്ടേക്ക് കൊടുക്കണം. സോ അതിന് എന്നിട്ട് f(z)(1) ഉം 1 - f(z)(1) എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റിസൾട്ട് കിട്ടും. സോ അതാണ് ഇത്. നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഡെൽറ്റ2 കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്മോൾ ഡെൽറ്റ × f(z)(2) × 1 - f(z)(2). എന്താണ്? 2 ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കും? വൈയിൽ വന്ന വാല്യൂ ഇൻറ്റു ഇവിടെയുള്ള വെയിറ്റ്. അത് എത്രയാണ്? 1. ഓക്കെ, എത്ര കിട്ടി? 0.080 × 1. സോ അതും എൻട്രി ചെയ്തു. അത് എങ്ങോട്ടേക്ക് കൊടുത്തു? ഇങ്ങോട്ടേക്ക് കൊടുത്തു. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഡെൽറ്റ2 കിട്ടി. സിമിലർലി എന്തും കണ്ടുപിടിക്കണം? ഡെൽറ്റ3യും കണ്ടുപിടിക്കണം. ഡെൽറ്റ3യും കണ്ടുപിടിച്ചു. അതിനുശേഷം അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് എഴുതാൻ പറ്റും ഡെൽറ്റ1, ഡെൽറ്റ2, ഡെൽറ്റ3. അതായത് ഹിഡൻ ലെയറിലുണ്ടായ എറർ എന്ന് പറയുന്നതാണ് ഇത് 3. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ലെയറിലുണ്ടായ എററാണ് സ്മോൾ ഡെൽറ്റ1, ക്യാപിറ്റൽ ഡെൽറ്റ1, ഡെൽറ്റ2, ഡെൽറ്റ3 ഹിഡൻ ലെയറിലുണ്ടായ എററാണ്. സോ നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ലെയേഴ്സിലുള്ള എറർ കിട്ടിയിട്ടുണ്ട്. ഇനി എറർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എറർ കിട്ടിയതിനെ നോക്കിയിട്ട് വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. എററിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഇനി വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്യണം. സോ അതിലേക്ക് നോക്കാം. നെക്സ്റ്റ് വെയിറ്റ് അപ്ഡേഷനാണ്. വെയിറ്റ് അപ്ഡേഷൻ നമ്മൾ അതായത് നമ്മൾ 2 സ്ഥലത്ത് എറർ കണ്ടുപിടിച്ചു. അതായത് ഔട്ട്പുട്ട് ലെയറിലും കണ്ടുപിടിച്ചു, അതുപോലെ ഹിഡൻ ലെയറിലും കണ്ടുപിടിച്ചു. ഈ 2 ലെയറിലും ഇനി എന്ത് ചെയ്യണം? ആ എറർ വെച്ചിട്ട് നമ്മൾ ആ വെയിറ്റിനെ കറസ്പോണ്ടിംഗ്ലി എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. നേരം നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഔട്ട്പുട്ട് ലെയറിലുള്ള അപ്ഡേഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാൻ പോകുന്നത്. നേരം എങ്ങനെയാണെന്ന് നോക്കാം. ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു, വെയിറ്റ് ഔട്ട്പുട്ട് ലെയറിൽ നമ്മൾ എററിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത്? സ്മോൾ ലെറ്റർ ഡെൽറ്റയിലായിരുന്നു കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എങ്ങനെ കണ്ടുപിടിക്കും? സ്മോൾ ലെറ്റർ ഡെൽറ്റ ഇൻറ്റു അവിടുത്തെ വെയിറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? WJK. സ്മോൾ ലെറ്റർ ഡെൽറ്റ WJK = അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് അപ്ഡേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ആൽഫ ഇൻറ്റു ഡെൽറ്റ കെ ഇൻറ്റു ZJ. സോ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൽഫ എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ലേണിംഗ് റേറ്റ് ഇൻറ്റു ഡെൽറ്റ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന എറർ, ആ ഒരു ലെയറിൽ വന്ന എററാണ് ഡെൽറ്റ കെ എന്ന് പറയുന്നത്, ഇൻറ്റു ZJ എന്ന് പറയുന്നത് എന്താണ്? എത്ര ഇസഡ് വാല്യൂസ് ഉണ്ട്, എത്രയിടത്ത് എറർ പോകാൻ ചാൻസ് ഉണ്ട്? 3 ഇടത്ത് എറർ പോകാൻ ചാൻസ് ഉണ്ട്. Z1, Z2, Z3. അവിടെ വന്ന എറർ Z1, Z2, Z3യിലും പ്രൊപ്പഗേറ്റ് ചെയ്ത എററാണ് ZJ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ആ ലെയറിൽ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? W എത്ര ഉണ്ടായിരുന്നു? 3 വെയിറ്റ് ആയിരുന്നു. -1, 1, 2. അപ്പം എത്ര എണ്ണത്തിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും? 3 എണ്ണത്തിനെ. W11, W21, W31. ഇങ്ങനെ 3 എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. W11 = അതായത് ഡെൽറ്റ W11 = ആൽഫ ഇൻറ്റു അവിടെയുള്ള എറർ എന്തായിരുന്നു? സ്മോൾ ഡെൽറ്റ1 ഇൻറ്റു ആദ്യത്തെ W11 ആരുടെ വെയിറ്റ് ആണ്? Z1ൻ്റെ വെയിറ്റ് ആണ്. സോ അന്നേരം ഇൻറ്റു Z1. ആൽഫ എത്രയാണ്? 0.3. ഡെൽറ്റ1 ഓക്കെ, നിങ്ങൾക്കറിയാം ഡെൽറ്റ1 ഫസ്റ്റ് എറർ എത്രയാണ്? അതായത് വൈയിലുള്ള എറർ എത്രയായിരുന്നു? 0.080. ഓക്കെ,
അത് ഓർക്കാം. അന്നേരം Δ1 എന്തായാലും 0.080 ഇൻറ്റു Z1 ഓർത്ത് വെക്കുക. ആദ്യമേ കണ്ടുപിടിച്ചതാണ് Z1 0.880. സോ അത് കിട്ടി. ഇനി എങ്ങനെയാണ് അപ്ഡേഷൻ ചെയ്യുന്നത്? അതായത് നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചത് W11 വന്ന വെയിറ്റ് അപ്ഡേഷൻ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പുതിയ വെയിറ്റ് കിട്ടണമെങ്കിൽ ഓൾഡ് വാല്യൂവിൻ്റെ കൂടെ ഈ കണ്ടുപിടിച്ച എന്താണ് അപ്ഡേറ്റഡ് വാല്യൂവും കൂടെ ആഡ് ചെയ്യണം. അതായത് ഓൾഡ് വാല്യൂവിൻ്റെ കൂടെ ഈ കിട്ടിയ അപ്ഡേറ്റഡ് വാല്യൂവിനെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ വെയിറ്റ് കിട്ടത്തുള്ളൂ. അതായത് ഓൾഡ് വാല്യൂ എത്രയാണ്? -1 പ്ലസ് ഇപ്പം കണ്ടുപിടിച്ച എറർ അല്ലെങ്കിൽ വെയിറ്റ് അപ്ഡേഷൻ എത്രയാണോ വേണ്ടത് അത് കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക. അതായത് ഓൾഡ് വാല്യൂ പ്ലസ് കണ്ടുപിടിച്ച വാല്യൂ ആഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? പുതിയ വെയിറ്റ് കിട്ടും. സോ അതുപോലെ തന്നെ രണ്ടാമത്തെ വെയിറ്റ്, ഈ വെയിറ്റിനെ കണ്ടുപിടിക്കുക. ആൽഫ ഇൻറ്റു ഇവിടെ ഒരു എററേ ഉള്ളൂ, Δ1 ഇൻറ്റു ഇത് എന്തിൻ്റെ വെയിറ്റ് ആണ്? Z2ൻ്റെ വെയിറ്റ് ആണ്. സോ ഇൻറ്റു Z2 0.3 ഇൻറ്റു 0.080 ഇൻറ്റു Z2ൻ്റെ വാല്യൂ ആയിരുന്നു 0.90. സോ അത് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? ഓൾഡ് വാല്യൂവിൻ്റെ കൂടെ ഈ വാല്യൂവിനെ ആഡ് ചെയ്യുമ്പം പുതിയ വാല്യൂ കിട്ടും. കണ്ടോ? പുതിയ വാല്യൂ കിട്ടും. W21 ഓൾഡ് പ്ലസ് W21 വരുമ്പം ഇതിൻ്റെ പുതിയ വാല്യൂവിനെ കിട്ടും. അതേപോലെ അടുത്തതിനെ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? 0.3 ഇൻറ്റു അവിടെ കിട്ടിയ എറർ ഇൻറ്റു Z3യുടെ വാല്യൂ കൊടുക്കുക. ഒരു ആൻസർ കിട്ടും. ഓൾഡ് വാല്യൂ 2 പ്ലസ് ഈ കിട്ടിയ വാല്യൂ കൊണ്ട് ചെയ്യുമ്പം ഇവിടുത്തെ എറർ മാറി കിട്ടും. സോ എന്നിട്ട് ഇത് മാറി എന്തായി മാറി? -1 എന്തായി? -0.979 ആയി. 1 എന്തായി? 1.02 ആയി. 2 എന്തായി? 2.015 ആയി. സോ ഈ ഒരു വെയിറ്റ് അപ്ഡേറ്റ് ആയി. ഫസ്റ്റ് ലെയറിലെ വെയിറ്റ് അപ്ഡേറ്റ് ആയി. ഇനി ഒരാളെ കൂടെ അപ്ഡേറ്റ് ചെയ്യണം. എന്താണ്? ബയസിനെ കൂടെ അപ്ഡേറ്റ് ചെയ്യണം. ബയസിനെ അപ്ഡേറ്റ് ചെയ്യുമ്പം എന്ത് മാത്രം മതി? ആൽഫ ഇൻറ്റു ആ എറർ മാത്രം മതി. ഇസഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ആൽഫ എത്രയാണ്? 0.3 ഇൻറ്റു എത്രയാണ് ആ എറർ? 0.080. സോ എന്ത് കിട്ടി? 0.024 കിട്ടി. അതായത് Z1 ആവശ്യമില്ല. ജസ്റ്റ് ആൽഫയും എററും കൂടി ഇൻറ്റു ചെയ്യുക. കിട്ടി. എന്നിട്ട് ഓൾഡ് വാല്യൂ എത്രയായിരുന്നു? ബയസിൻ്റെ -1 ആയിരുന്നു. അതിൻ്റെ കൂടെ ഇതിനെ ആഡ് ചെയ്യുക. അപ്പം പുതിയ ബയസ് കിട്ടി. സോ ഫസ്റ്റ് ലെയറിലുള്ള വെയിറ്റ് അപ്ഡേഷൻ കഴിഞ്ഞു. ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഹിഡൻ ലെയറിലുള്ള വെയിറ്റ് അപ്ഡേഷൻ കൂടെ ചെയ്യണം. സോ അത് നോക്കാം. ഇവിടുത്തെ വെയിറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ബി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ്? ക്യാപിറ്റൽ ഡെൽറ്റ ആയിരുന്നു, സ്മോൾ ഡെൽറ്റ അല്ല, ക്യാപിറ്റൽ ഡെൽറ്റ. രണ്ടും അതിന് മുന്നുള്ള ഇതിൻ്റെ വ്യത്യാസം എന്തായിരുന്നു? അവിടുത്തെ വെയിറ്റ് W, അതേപോലെ തന്നെ എറർ റേറ്റ് എന്ന് പറയുന്നത് സ്മോൾ ഡെൽറ്റ ആയിരുന്നു. ഇവിടെ വെയിറ്റ് B, എറർ റേറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡെൽറ്റയാണ്. സോ ക്യാപിറ്റൽ ഡെൽറ്റ BIJ ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ ആൽഫ ഇൻറ്റു ഇവിടുത്തെ എറർ എങ്ങനെയാണ്? ക്യാപിറ്റൽ ഡെൽറ്റ J ഇൻറ്റു ഇവിടെ വരുമ്പം ഇൻപുട്ട്, അതായത് അവിടെ ശ്രദ്ധിച്ചു, അവിടെ കൊടുത്തത് എന്തായിരുന്നു? Z ആയിരുന്നു. Z1, Z2, Z3. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഹിഡൻ ലെയറിൽ ഇൻപുട്ട് വരുന്ന എവിടെ നിന്നാണ്? തൊട്ട് താഴെ, ഏറ്റവും താഴെയുള്ള ലെയറിൽ നിന്നാണ് വരുന്നത്. X1, X2, X3 എന്നല്ലേ വരുന്നത്. ഓക്കെ, അതായത് ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇങ്ങോട്ട് എറർ വരുന്നത് എവിടെ നിന്നാണ്? X1, X2, X3 നിന്നാണ്. അതുകൊണ്ട് ഈ ഒരു ലെയറിൽ ഏതിനെയാണ് ഇവിടെ കൊടുക്കേണ്ടത്? X1, X2, X3നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നോക്കുക. ആൽഫ എന്താണ്? 0.3. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അന്നേരം ഇനി നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ വെയിറ്റിനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നോക്കുക. X1, X2, X3യിൽ നിന്ന് ശ്രദ്ധിക്കുക. X1, X2, X3യിൽ നിന്ന് എത്ര വെയിറ്റുകൾ പോയിട്ടുണ്ട്? കണ്ടോ, ഇതല്ലേ ആ വെയിറ്റ് V എന്ന് പറയുന്നത്. എത്ര എണ്ണം പോയിട്ടുണ്ട്? V11, V12, V13, V21, V22, V23, V31, 32, 33. സോ ഇത്രയും വാല്യൂസ്, ഇത്രയും വെയിറ്റിനെ നമ്മളിനി അപ്ഡേറ്റ് ചെയ്യണം. നേരത്തെ ആകെ എത്ര ചെയ്താൽ മതിയായിരുന്നു? 3 എണ്ണം മതിയായിരുന്നു. ഇവിടെ എത്ര എണ്ണം ചെയ്യണം? 9 വെയിറ്റിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. പ്ലസ് എന്ത് ചെയ്യണം? ബയസിനെ അപ്ഡേറ്റ് ചെയ്യണം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ 9 വെയിറ്റ് മനസ്സിൽ വെക്കുക. ഇതാണ് വെയിറ്റ്, ഇതാണ് എന്തെന്ന് പറയുന്നത്? ബയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ V11 ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ആദ്യത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. സോ അവിടെ എന്താണ്? ആൽഫ 0.3 ഇൻറ്റു ഡെൽറ്റ J എന്താണ്? ഇവിടെ 1 ആണ്. ഡെൽറ്റ 1 ഇൻറ്റു ഓക്കെ ഐ എന്താണ്? 1. അതായത് ഐൻ്റെയും ജെയുടെയും സ്ഥാനത്ത് എന്ത് തന്നെയാണ്? 1 ആണ്. സോ ഡെൽറ്റ 1 ഇൻറ്റു X1.
ഡെൽറ്റ വൺ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്, ഇതിന് മുന്നേ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഡെൽറ്റ വൺ -0.0084 ഇൻറ്റു എക്സ് ആദ്യമേ തന്നിട്ടുണ്ട്, എന്താണ് 0.6. സോ ഇതൊക്കെ ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതി നോക്കുക. അന്നേരം അതിൻ്റെ ആൻസർ കിട്ടി. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ വേണം പുതിയ വാല്യൂവിനെ കണ്ടുപിടിക്കാൻ. ഓൾഡ് വാല്യൂ പ്ലസ് ഈ കിട്ടിയ അപ്ഡേഷൻ. ഓക്കെ, V11 ഓൾഡ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് നോക്കുക. V11 ഓൾഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എത്രയാണ്? 2 ആണ്. ഈ 2ൻ്റെ കൂടെ കിട്ടിയ വാല്യൂവിനെ ആഡ് ചെയ്യുമ്പം നിങ്ങളുടെ പുതിയ വെയിറ്റ് കിട്ടും. ഓക്കെ, അതായത് ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2 പ്ലസ് ഓക്കെ ഡെൽറ്റ V11 എത്രയാണ് കിട്ടിയിരിക്കുന്നത്? -0.0015. സോ ആൻസർ എത്ര കിട്ടി? പുതിയ V11 എന്ന് പറയുന്നത് എന്താണ്? 1.9985. ഡെൽറ്റ 1ഉം x1ഉം ഒക്കെ ഓൾറെഡി കണ്ടുപിടിച്ചാണ്, അത് നോക്കുക. സോ ഇതാണ് പുതിയ V11 എന്ന് പറയുന്നത്. സോ അടുത്തത് നമ്മൾ അതായത് ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ആൽഫ ഇൻറ്റു എന്താണ്? ഡെൽറ്റ ജെ ആയിരുന്നു, അതായത് ജെ വാല്യൂ മാറിയിട്ടുണ്ട്. എത്രയായി? 2 ആയി. ഇൻറ്റു ഡെൽറ്റ 2 ഇൻറ്റു ഐ വാല്യൂ മാറിയില്ല, സെയിം ആണ്, ഐ ജെ അല്ലേ. സോ ഇൻറ്റു x1 0.3 ഇൻറ്റു ഡെൽറ്റ 2 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 0.0072 ഇൻറ്റു x1 എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്? 0.6. സോ എന്ത് കിട്ടി? -0.0015. സോ ഈ -0.015 എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം? ഈ പ്രീവിയസ് വാല്യൂ കണ്ടോ, ഇവിടെ ഇതല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഈ പ്രീവിയസ് വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യണം, ഓൾഡ് വാല്യൂവിൻ്റെ ആഡ് ചെയ്യണം. 1 അല്ലേ, 1 + 0.0012, അപ്പം ന്യൂ വാല്യൂ കിട്ടും. സോ അന്നേരം ഇത് മാറി, ഈ 1 മാറി എന്തായി മാറും? 1.0012 ആയി മാറും. നെക്സ്റ്റ് ആരെ കണ്ടുപിടിക്കണം? ഇതിനെ കണ്ടുപിടിക്കണം. അതെന്താണ്? ഫസ്റ്റ് റോ തേർഡ് കോളം ഡെൽറ്റ V13 = എന്താണ്? ആൽഫ ഇൻറ്റു ഡെൽറ്റ ജെ ആണ്, ഡെൽറ്റ 3 0.00368 ഇൻറ്റു x1 0.6. സോ ഇത് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 0യുടെ ആഡ് ചെയ്ത് പുതിയ വാല്യൂവിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതും മാറി. അതേപോലെ തന്നെ എല്ലാം ചെയ്യണം. ഡെൽറ്റ V21 ഓക്കെ, ഇവിടെ വന്നപ്പം എക്സ് മാറിയിട്ടുണ്ട്, എക്സ് മാറി, ഐ മാറിയിട്ടുണ്ട്, ഐ മാറി 2 ആയി. ഇപ്പം എന്താണ്? ആസ് യൂഷ്വൽ 0.3 ഇൻറ്റു എന്താണ്? -0.084. അതെന്താ? ഡെൽറ്റ ജെ ഡെൽറ്റ 1 ഇൻറ്റു x2 എത്രയാണ്? 0.8. അപ്പോൾ ഇത് കിട്ടി. ഓൾഡ് വാല്യൂനുമായിട്ട് ആഡ് ചെയ്തു, പുതിയ വാല്യൂ കിട്ടി. സോ ഇതേപോലെ എല്ലാ വാല്യൂസിനെയും കണ്ടുപിടിക്കുക, ഇതിൻ്റെ എല്ലാ വാല്യൂസിനെയും കണ്ടുപിടിക്കുക. ഫൈനലി കിട്ടുന്ന അപ്ഡേറ്റഡ് വെയിറ്റ് ഇതായിരിക്കും. ഓരോ വെയിറ്റ് മാറി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്ന വെയിറ്റ് ഇതായിരിക്കും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? ബയസിനെയും നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്ഡേറ്റഡ് വെയിറ്റ് കിട്ടി, അടുത്തത് ബയസിനെ കറക്റ്റ് ചെയ്യണം. സോ ഇവിടെയുള്ള ബയസിനെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ചെയ്തു. ബയസിനെ കറക്റ്റ് ചെയ്യുമ്പം എന്ത് വേണ്ട? എക്സ് വാല്യൂ വേണ്ട, ജസ്റ്റ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ജെ. ഓക്കെ, നേരം ഡെൽറ്റ ജെനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. സോ ബയസ് കറക്ഷനകത്ത് ഞാൻ നേരത്തെ പോലെ തന്നെ എന്തൊരു x1 x2 വാല്യൂ ഇല്ല, ജസ്റ്റ് ആൽഫയും ഡെൽറ്റ ജെയും മാത്രം മതി. സോ അന്നേരം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? V0 J new = ഓൾഡ് വാല്യൂ, അതായത് ഓൾഡ് ബയസ് പ്ലസ് ഈ കണ്ടുപിടിക്കുന്ന അപ്ഡേറ്റഡ് വാല്യൂ. സോ ഈ അപ്ഡേറ്റഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഫസ്റ്റ് ജെയുടെ വാല്യൂ, അതായത് നമുക്കിവിടെ എത്ര ബയസ് ഉണ്ട് നമുക്കറിയാം. 3 വാല്യൂസ് ആണുള്ളത്, x1 x2 x3. അതുകൊണ്ട് എത്ര ബയസ് കാണും? 3 ബയസ് കാണും. സോ അന്നേരം എന്താണ്? 0.3 ഇൻറ്റു ഇതെന്താണ്? ഡെൽറ്റ 1. ഓക്കെ, അന്നേരം എന്ത് കിട്ടി? ഫസ്റ്റ് വാല്യൂ കിട്ടി. ഈ കിട്ടിയ വാല്യൂ ഓൾഡ് ബയസിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഓൾഡ് ബയസ് 0 ആയിരുന്നു, ആഡ് ചെയ്തപ്പം ന്യൂ ബയസ് കിട്ടി. അതേപോലെ രണ്ടാമത്തെ ഡെൽറ്റ 2 വെച്ചിട്ടുള്ളത്, അതായത് ഇവിടെ എത്ര എറർ റേറ്റ് ഉണ്ട്? 3 എണ്ണം ഉള്ളത്, ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഡെൽറ്റ 3ഉം. അതേപോലെ തന്നെ 3 ബയസും ഉണ്ട്. ഓക്കെ, അന്നേരം നമ്മൾ അടുത്ത് കണ്ടുപിടിച്ചു 0.3 ഇൻറ്റു ഡെൽറ്റ 2, മൂന്നാമത്തെ ഡെൽറ്റ, അതിൻ്റെ ആൻസർ കിട്ടി. അത് പഴയ ബയസ് 0 ആയിരുന്നു, ആഡ് ചെയ്തു. അതേപോലെ തന്നെ മൂന്നാമത്തെ ബയസിനെ കണ്ടുപിടിച്ചു. അതെന്ന് പറയുമ്പം എന്താണ്? ആൽഫ ഇൻറ്റു ഡെൽറ്റ 3. സോ ആ വാല്യൂ കിട്ടി, പഴയ ബയസുമായിട്ട് ആഡ് ചെയ്തു, കിട്ടി. സോ നമുക്ക് നേരത്തെ ചെയ്തതുമായിട്ട് ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്തേ ഉള്ളൂ? ആൽഫ ഇൻറ്റു ഡെൽറ്റ ജെ. എക്സ് ചെയ്യുന്നില്ല, അല്ലാതെ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് കണ്ടുപിടിക്കുക. 3
എറർ വെച്ചിട്ടും എന്നിട്ട് ഓൾഡ് വാല്യൂയും കൂടെ ആഡ് ചെയ്യുക. സോ ഇതാണ് ഈ ഒരു കേസിലെ ബയസ് കറക്ഷൻ. സോ ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ആക്ച്വലി എന്ത് ചെയ്യണം, വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഫോർവേഡ് പാസ് ചെയ്ത് നോക്കണം ഈ വെയിറ്റ് അപ്ഡേഷൻ കറക്റ്റ് ആണോ എന്ന്. സോ അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയെങ്കിലും ഇത്രയൊക്കെ ഒന്ന് നോക്കി വെക്കുക.